ആ, നമസ്കാരം എല്ലാവർക്കും. അയ്യോ, മലയാളത്തിൽ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരുമാതിരി പോലെ ഇതെല്ലാം ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു. രാത്രിയാണ്, രാത്രി 9 മണി സമയം. പ്രേതങ്ങളെല്ലാം വെളിയിലിറങ്ങി നടക്കുന്ന സമയം. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നമ്മളെ ടൗൺഷിപ്പിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടക്കാമെന്ന് ചോദിച്ചു. ആക്ച്വലി നല്ല വയറ് നിറച്ച് നല്ല കിടിലം ഭക്ഷണം കിട്ടിയെന്ന് വെച്ചാൽ വാങ്ങിച്ചു. ആക്ച്വലി അല്ലാതുകൊണ്ട് നമ്മളെ മെസ്സിൽ ഓൾറെഡി വി ഹാവ് ഫുഡ്. അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അങ്ങനെ എല്ലിൻ്റെ ഇടയിൽ കയറിയെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഇവിടെ ഇഷ്ടംപോലെ പാമ്പുണ്ട്. എപ്പോഴും വേണോ പാമ്പ് വന്ന് കൊത്താം. എങ്കിലും ഒരു നടത്താവാന്ന് വെച്ചു. എന്നും നടക്കും, പക്ഷെ അങ്ങനെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് 1-2 വ്ളോഗ് ഇംഗ്ലീഷിലിട്ടു. ഇംഗ്ലീഷിലൊന്ന് പയറ്റാമെന്ന് വിചാരിച്ചു. ഇംഗ്ലീഷ് കഴിഞ്ഞ് മലയാളം കഴിഞ്ഞ് ഹിന്ദി കഴിഞ്ഞ് വല്ല ജർമ്മന, പോർച്ചുഗീസ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വ്ളോഗ് ചെയ്യാം. പക്ഷേ രാത്രി വ്ളോഗ് ചെയ്യുമ്പം ക്യാമറയ്ക്ക് കുറച്ച് ഹാർഡാണ്. കാരണം കുറച്ച് ട്രിക്കി സിറ്റുവേഷനാണ്. അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല രാത്രി വ്ളോഗ്. പിന്നെ മലയാളത്തിൽ ഒരു രാത്രി വ്ളോഗ് എന്തായാലും ഒരു 20 മിനിറ്റ് സംസാരിക്കാൻ വിചാരിച്ചു. സോറി. ആക്ച്വലി ഇന്ന് ചില്ലി ചിക്കനും പിന്നെ ചപ്പാത്തിയും കിടിലമായിട്ട് അടിച്ച്. ചപ്പാത്തി ഒരു 6 ചപ്പാത്തി കഴിച്ചു. 6 ചപ്പാത്തി പിന്നെ ചില്ലി ചിക്കൻ കിഴങ്ങന്മാർ കുറച്ചേ ഉള്ളൂ. അതായത് ക്വാണ്ടിറ്റി പോരാ. ഇവിടെ സ്ഥിരന്മാർ പരിപാടി ചില്ലി ചിക്കൻ. പക്ഷേ ബട്ടർ ചിക്കൻ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ചില്ലി ചിക്കൻ ഇവന്മാർ എപ്പോഴും ഒരു ക്വാണ്ടിറ്റി കുറവാണ്. പക്ഷേ ഉള്ള ചില്ലി ചിക്കൻ കിടിലാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. അങ്ങോട്ട് പോയാൽ എന്തായാലും ലൈറ്റ് ടൗൺഷിപ്പിലില്ല. പിന്നെ കുറേ വേയ്സൊക്കെ ഉണ്ട്. ഇതാണിപ്പോൾ ടൗൺഷിപ്പിലെ വീടുകളും കാര്യങ്ങളും. കുറച്ച് ദിവസം ഞാൻ മലയാളം വളരെ കുറച്ചാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആകട്ടെ കേൾക്കണം. ഇതുവഴി പോകാം. ഇതൊരു നല്ലൊരു വഴിയാണ്. പാമ്പ് അല്ല, നമ്മളങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ആക്ച്വലി ക്രിക്കറ്റ് സ്റ്റേഡിയം, അതായത് ഇവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഇട്ട് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ആകാശത്ത് നക്ഷത്രങ്ങൾ ഇതൊക്കെ നോക്കി അങ്ങനെ കിടക്കുകയായിരുന്നു. നോക്കിയപ്പോൾ ഒരു കിങ് കോബ്ര. ഒരു രക്ഷയില്ല. കിങ് കോബ്ര. ഞാൻ ഇങ്ങനെ നല്ല റിലാക്സായി ഈ പുല്ലിൻ്റെ പുറത്ത് നടക്കുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ ഉണ്ട് നമ്മളെ മൈൻഡിന്. അപ്പം ഞാൻ അങ്ങനെ റിലാക്സായിട്ട് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ അല്ലെങ്കിൽ വഴി തന്നെ പോകും. അപ്പം അതുവഴി അങ്ങ് അപ്പുറത്താണ് കയറുന്നത്. അവിടെയാണെങ്കിൽ തിരക്കും കാര്യങ്ങളായിരിക്കും. തിരക്കങ്ങനെ ഇവിടെ റഷ് വരാറില്ല. ആൾക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്കിലും അതുവഴി പോയിട്ട് പിന്നെ ഇതുവഴി വരേണ്ടി വരും. ഞാൻ ഇപ്പം നടന്നു വന്ന വഴി അങ്ങനെ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങിയിട്ട് പിന്നെ വരേണ്ടി വരും. അതിനേക്കാളും നോർമലി നടക്കാമെന്ന് വിചാരിച്ചു. ഈവനിങ് ഓഫ് കോഴ്സ് തെർമൽ പവർ പ്ലാന്റിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം നടക്കുകയും കാര്യങ്ങളൊന്നും. നിങ്ങൾക്ക് മയിലിനെ കേൾക്കാം. ഇപ്പം കണ്ടിപ്പം മയിലൊക്കെ മടുത്ത് 2 ആൾക്കാർ പറഞ്ഞു. ആൾക്കാർ വന്നതെന്തോ. ഞാൻ ആക്ച്വലി ഒരു ടാക്റ്റിക്കൽ ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്. എപ്പോഴും ചെവിയിൽ നമ്മൾ ഇയർഫോൺ വെച്ചിട്ട് നമ്മൾ പോണ സമയത്ത് ആൾക്കാർ വിചാരിക്കും ആരെയും വീട്ടിൽ മമ്മിയോ അമ്മയോ ആരെങ്കിലും സംസാരിക്കണം എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇയർഫോൺ ഇപ്പം ചെവി വെച്ചിട്ടില്ല. ഞാൻ വെക്കട്ടെ. ഇയർഫോണെ തറയെ പോവല്ലേ.
ഇതിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും കാണാം, എല്ലാ സ്ഥലത്തുള്ള വണ്ടികൾ കാണാം. കേരളത്തിൽ സൗത്ത് ഇന്ത്യൻസ് കുറവാണ് ആക്ച്വലി. തെർമലിലെ കുറച്ച് കുറവാണ്. ഈ നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പൈലറ്റ് ഉള്ള എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പൈലറ്റ്സ് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. മലയാളികൾ ആ ഒരു സെക്ടറിലോട്ട് അങ്ങനെ കടന്ന് കയറിയിട്ടില്ല. എനിക്കും ചില സമയത്ത് നമ്മൾ ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ തോന്നും പൈലറ്റ് എന്ത് നല്ല രസമായിരിക്കുമെന്ന്. പക്ഷേ രസം നോക്കിയിട്ട് കാര്യമല്ലല്ലോ. എന്തോ 1 കോടി എന്താണെന്ന് തോന്നുന്നു ഫീസ് പൈലറ്റാണ്. പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കുറച്ച് വീടുകളാണ് അങ്ങനെ. മയിൽ ഏതെങ്കിലും റോഡിൽ വരികയാണെങ്കിൽ കാണിക്കാം. പക്ഷേ ഞാൻ കുറേ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ മയിലുണ്ട്. ഒരു ഈവനിങ് ടൈമാണ് മയിലിൻ്റെ വിളയാട്ട്. പക്ഷെ ഞാൻ ഇയർഫോൺ ചെവിയിൽ വെക്കുമ്പം എത്ര ലൗഡിലാണ് ഞാൻ സംസാരിക്കണത്, അഡിക്വേറ്റ് സൗണ്ട് കൊടുക്കുന്നു എന്നൊന്നും എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റണില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചൂടാണ് ഇപ്പം. നോർത്തിൽ ചൂട് കുറഞ്ഞിട്ടുണ്ട്. എ സിയിലത് സർവൈവ് ചെയ്യാൻ പാടാണ്. പക്ഷേ എങ്കിലും ഇവിടെ ഈ ഹീറ്റിന് അഡാപ്റ്റ് ചെയ്യണ ആൾക്കാർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓവർ ഹീറ്റാണ് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ യൂസ് ചെയ്താൽ ഗൂഗിൾ എന്താണെന്ന് അറിയട്ടെ. അവർ എന്തോ കമൻറ്റ് സെക്ഷൻ്റെ അടിയിലൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കയറി വരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്യും. സംസാരിച്ചിട്ട് പിന്നീട് എന്തോ പറയാം. കോൾ ചെയ്യണം. കുറേ സീനിയേഴ്സ് ഇവിടെ എന്തോ പറഞ്ഞു. വേറൊരു സംഭവത്തിന് ഫോക്കസ് ചെയ്യുന്നു. ഫോണിലല്ല. ഞാൻ ലൈറ്റ് ഒരുത്തന്നെ ഡൗൺ ചെയ്യില്ല. ഇതാണ് നമ്മൾ രാത്രിയൊക്കെ വണ്ടി ഓട്ടിക്കുമ്പോൾ ഒരുത്തന്നെ ലൈറ്റ് ഡൗൺ ചെയ്യില്ല. ഓപ്പോസിറ്റ് വരണവൻ്റെ കണ്ണടിച്ചു പോയി അവൻ്റെ വണ്ടിയിൽ തന്നെ ഇടിക്കുകയും ചെയ്യും. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരാൾ കൈകൾ. ചില സമയം ഇങ്ങനെ കാറുകളെ നോക്കിയിട്ട് കാറുകൾ ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ കൂടുതലൊന്നുമില്ല. എല്ലാം മാരുതീൻ്റെ വിളയാട്ടമാണല്ലോ. മാരുതി, സുസുക്കി. ചിക്കനും ചപ്പാത്തിയൊക്കെ കൂടുതൽ കഴിക്കുന്ന ദിവസം നല്ലൊന്ന് ഡൈജസ്റ്റ് ആകാൻ വേണ്ടി ഇങ്ങനെ നടക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണത് നല്ലതുമാണ്. പിന്നെ കുറച്ച് ഓവർ എനർജി ആണ്. കുറേ വയറ് നിറച്ച് ഫുഡ് കഴിച്ചാൽ പിന്നെ യു ഫീൽ ലൈക്ക് ഡൂയിങ് സംതിങ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ബുക്ക് വായിക്കുകയാണ്. അപ്പം ഈ നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ എനർജി വേണം. അപ്പം ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എല്ലാം നല്ലതാണ്. പിന്നെ എന്താ പറയുക, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഒരു റൗണ്ട് കറങ്ങിയിട്ട് വ്ളോഗ് എന്തായാലും ഞാൻ കട്ട് ചെയ്യും. പക്ഷെ എങ്ങനെ പറഞ്ഞതെന്ന് കഴിഞ്ഞപ്പോൾ ഫോക്കസ് ചെയ്യണില്ല. ജസ്റ്റ് ഫോണിനെ ഇങ്ങനെ ഹാൻഡിൽ മാത്രം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാം ഒന്ന് പരീക്ഷിക്കണമല്ലോ. രാത്രി വ്ളോഗ്, ഉച്ചയ്ക്ക് വ്ളോഗ്, രാവിലെ വ്ളോഗ്. പക്ഷേ ഇനി ഈ സ്ഥലം തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യില്ല. പിന്നെയും ഞാൻ കുറേ വ്ളോഗ് ഇവിടെ ഇട്ടിട്ട്. വ്ളോഗ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമല്ലോ. ഞാൻ ഇങ്ങനെ സാധാരണ നല്ല പാട്ടാണ് കേൾക്കാറ്. ഒരുപാട് പാട്ട് കേട്ട് ടൈലർ സ്വിഫ്റ്റിൻ്റെ സമ്മറും മറ്റേതൊക്കെ ഇട്ട്
അങ്ങനെ ഫുള്ള് വേറെ എനർജി ലെവലിലാണ് ഓട്ടവും മറ്റ് സാധനങ്ങളൊക്കെ. പിന്നെ വേറൊന്നുമില്ല. പിന്നെ 2-3 ദിവസമായിട്ട് ഇവിടെ എന്താണ് ഇഷ്ടം പോലെ പാമ്പ്. 2-3 ദിവസമായിട്ട് പാമ്പല്ലാതെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ആൻറ്റിവനൊക്കെ ഉണ്ട്, പക്ഷേ അത് കറക്റ്റ് ഡോക്ടേഴ്സ് ഇല്ല. അതാണ് വേറൊരു വിഷയം. കറക്റ്റ് ഡോക്ടേഴ്സ്, അതായത് ഇതൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ നല്ല ഡോക്ടേഴ്സ്, അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല. എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് അതൊക്കെ ചെയ്യേണ്ട പെർമിഷൻ ഉള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ പ്ലാൻ ഹെഡൊക്കെ പറയുന്നത്. പിന്നെ ഇത് കുളമാണ്. എത്രത്തോളം കാണാൻ കഴിയുമെന്ന് അറിയില്ല. ഈ തിരുവനന്തപുരം സ്ലാങ്ങൊക്കെ വിട്ട് വളരെ എങ്ങനെ പറയാം, ഒരു നല്ല രീതിയിലൊന്ന് മലയാളം സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് കുളം. ഇവിടെ വരുമ്പോൾ നമ്മൾ കീപ്പ് ലെഫ്റ്റാണ് എപ്പോഴും. കുളത്തിൻ്റെ ഏത് സൈഡിൽ കയറിയാലും ലെഫ്റ്റ് അടിച്ച് നടന്നു പോകണം. ആ ദൂരെ കാണുന്ന സാധനം അത് ഫുള്ള് ഗ്രെയിൻസാണ്. അതാണ് നമ്മളെ പവർ പ്ലാന്റിൻ്റെ ചിമ്മിനി. ജിയോ നമ്മൾ വിചാരിക്കാൻ പോലെ എൻ്റെ നെറ്റ്വർക്ക് ജിയോ ആണ് ആക്ച്വലി. നമ്മൾ ലെങ്തി വീഡിയോസൊക്കെ 7-8 GB ഒക്കെ ഇതാന്ന് പറഞ്ഞല്ലേ അപ്ലോഡാണ്. ഇത് കഴിഞ്ഞു മൂന്നാർ പ്ലാൻ. മൂന്നാർ ആക്ച്വലി ഓൾറെഡി ഒരു റിസോർട്ടും കാര്യങ്ങളും എൻ്റെ കസിനാണ് ഇൻചാർജ്. എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ അങ്ങനെയാണ് പ്ലാൻ. ലക്ഷി ഒരു ഫൗണ്ടൻ ഉണ്ട്. പിന്നെ പുതിയ പടം ആക്ച്വലി ലാപ്പത്ത ലേഡി എന്ന് പറഞ്ഞൊരു ബോളിവുഡ് മൂവി ഉണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ, കിട്ടില്ല പടം. പിന്നെ സീരീസ് ആണെങ്കിൽ 3 ബോഡി പ്രോബ്ലം, അത് കണ്ടു തീർത്ത്. അത് ഒരാഴ്ച മുമ്പേ 2 ആഴ്ച മുമ്പേ കണ്ടു തീർത്ത്. കിട്ടില്ല സീരീസ്. അത് കുറേ അതേപോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ക്യാപ്റ്റൻ ഫോൾ എന്ന് പറഞ്ഞു. ക്യാപ്റ്റൻ ഫോൾ ഒരു സില്ലി ഒരു കാർട്ടൂൺ ചെറിയ, അതും കിട്ടില്ലായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല. അതിങ്ങനെ 1-2 എപ്പിസോഡ് കണ്ടപ്പം ഇങ്ങനെ കൊള്ളായിരുന്നു. അത് രാത്രി ഒറ്റ അടിക്ക് അങ്ങനെ ഇരുന്ന് കണ്ടതിന്. പിന്നെ മാങ്ങായി ഇപ്പുറത്തുണ്ട്. മാങ്ങായത്തിൽ ക്യാപ്ചർ ആവുമെന്ന് തോന്നുന്നില്ല രാത്രി കണ്ട്. കുറച്ച് ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ സാധനം ഓക്കെ ആയിട്ട് വർക്കാവും. പക്ഷെ ലൈറ്റ് തീരെ ഇല്ലെങ്കിൽ പെർഫോമൻസ് ഫുള്ള് മോശം. കുളത്തിൻ്റെ സർക്കിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ഈ വ്ളോഗ് എൻഡ് ചെയ്തിട്ട് അവിടെ ഇരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് ആക്ച്വലി, സ്ട്രൈറ്റ് അവിടെ ഇരുന്ന് എന്ന് റിലാക്സ് ചെയ്യും. പുല്ലിൽ കിടക്കുന്ന പരിപാടി ഞാൻ നിർത്തി എന്തായാലും. അപ്പോൾ പുല്ലിൽ നമ്മൾ ഷൂ ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇത് വളരെ റിലാക്സിങ് ആണ്. നമ്മളെ കാൽപാദത്തിൻ്റെ അടിയിൽ പുല്ലിൻ്റെ സാധനങ്ങൾ തട്ടുമ്പോൾ വളരെ നല്ല രസമായിരിക്കും. ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു വ്ളോഗ് ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഒറ്റയ്ക്ക് നമുക്കൊന്ന് വ്ളോഗ് ചെയ്യണമല്ലോ എല്ലായിടത്തും. എങ്കിലും ഈ യൂട്യൂബിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീഡിയോസ് കുറേ നമ്മളെ ഫോണിൽ സ്റ്റോറേജ് ഫില്ല് ആവണമെങ്കിലും എല്ലാം ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്തിടാമല്ലോ. അതും ഒരു ഫാക്ടറാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യണതിൻ്റെ കാര്യം. ഇങ്ങനെ പല സ്ഥലത്തും ഇഷ്ടംപോലെ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു മെമ്മറീസായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ എപ്പോഴും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മെമ്മറി ഇങ്ങനെ യൂട്യൂബിലും കിടക്കട്ടെ
എന്ന് വിചാരിച്ച് അങ്ങനെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിലുള്ളവർക്കും ഇല്ല അറിഞ്ഞില്ല ഞാൻ വ്ളോഗ് ചെയ്യുന്നു. വ്ളോഗ് ചെയ്യുന്ന വെച്ചാൽ ഇത് അങ്ങനെ വ്ളോഗല്ല, ഞാൻ ഫേസ് അങ്ങനെയൊന്നും കാണിക്കല്ല. ഇനിഷ്യലി ഇങ്ങനെ ഒന്ന് വ്ളോഗ് ചെയ്തിട്ട് പിന്നീട് ഫേസ് ചെയ്ത് ആക്ച്വലി ഫേസ് വെച്ച് വ്ളോഗ് ചെയ്യണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം അതിന് ഫോൺ പോരാ, അതിന് പ്രോപ്പറായിട്ട് എനിക്ക് ഒരു കുറച്ച് ക്വാളിറ്റി വേണം. എന്തായാലും ഒരു വീഡിയോ ഇടുകയാണെങ്കിലും സിറ്റുവേഷനിൽ ഓക്കെ ആണെങ്കിൽ കുറച്ചൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കുറച്ച് വാശി പിടിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ച് എന്തായാലും അത് ഗോപ്രോ ഹാൻഡും മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അത് പറ്റും. ഗോപ്രോയിൽ പെട്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മളെ ഫേസ് എല്ലാം വ്ളോഗ് ചെയ്യാം. അല്ല ഇതിലിപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുക്കുകയാണെങ്കിൽ അതത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്യണം ആക്ച്വലി. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാമിൽ ഞാനും ഉണ്ട് ആക്ച്വലി. നമ്മൾ മലയാളം സംസാരിച്ചിട്ടുമ്പോൾ ആൾക്കാർ ഒരു വിയേർഡ് ലുക്ക് തരും. എന്തിനാ അങ്ങനെ വിയേർഡ് ലുക്ക് കൊടുക്കണേ? ഇതിൻ്റെ അകത്ത് ഒരു വഴിയുണ്ട്. എനിക്ക് നമ്മൾ ഹോളിവുഡ് സിനിമയിൽ കോഞ്ചറിങ്ങിലുള്ള പോലെയാവും ഈ വഴി പോയാൽ. അപ്പുറത്തെ സൈഡ് എത്തോ ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ചുറ്റും 4 ചുറ്റും ഒരു ബൗണ്ടറി ഉണ്ട്, വലിയ മതിലും. അതിൻ്റെ അനുസരിച്ച് അതിപ്പോൾ നമ്മൾ ഏത് പ്ലാന്റിൽ പോയാലും അങ്ങനെ തന്നെ ഒരു മുൾവേലി, അതായത് ഫുള്ള് കുറച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കൺട്രോൾഡ് എൻവയൺമെൻറ്റാണ് അത്. പക്ഷേ ഒരു നല്ല കാര്യമാണ്, എല്ലാം ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ആകുമ്പം കൂടുതൽ പ്രശ്നമൊന്നും വരില്ല. പല സ്ഥലത്തും ക്യാമറ ഉണ്ട്, ചിലർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നല്ലൊരു കാര്യമാണ്. എൻ്റെ നടത്തം കഴിഞ്ഞിട്ട് ഞാൻ ഒരു 5-6 പ്രാവശ്യം ഇതിൻ്റെ അകത്തൂടെ എന്തായാലും നടക്കി ശരി വ്ളോഗ് സ്റ്റോപ്പ് ചെയ്തിട്ട്. പിന്നെ ഈ വാം ലൈറ്റ് എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഈ ഒരു സ്ഥലത്തിനൊരു ഹൊറിഫിക് ടച്ച് കൊടുക്കണുണ്ടെന്ന് തോന്നുന്നു. ഹൊറിഫിക് ടച്ച് എന്ന് കുറച്ചൊരു ഗോസ്റ്റി ഫീലിംഗ്. പക്ഷേ ഇതേ തന്നെ കുറച്ച് LED ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ എന്താ ഒരു ക്ലാസിക് ടച്ച് പോകും. പിന്നെ എപ്പോഴും വ്ളോഗ് ചെയ്യുമ്പോൾ പറയും പോലെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം ഒരു കിടിലൻ ക്ഷേത്രമാണ്, ഒരു ക്യൂട്ട് ക്ഷേത്രം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ട് ക്ലോസ് ചെയ്യാം എന്തായാലും. പിന്നെ ഇവിടെ എപ്പോഴും പക്ഷേ ഇവിടെ ഒരു ട്രാക്ടർ കാണാം എപ്പോഴും, ക്യൂട്ട് ട്രാക്ടർ. ആ ട്രാക്ടറിനൊരു ഹായ് പറഞ്ഞു. എനിക്ക് ഹെവി ലൈസൻസ് ഉള്ളതുകൊണ്ട് ട്രാക്ടർ ഓട്ടിക്കാമെന്ന് തോന്നുന്നു. ഹെവി ബസ്സും ലോറിയും ഒക്കെ ഇപ്പോൾ ഓട്ടിക്കേണ്ട ഒരു ലൈസൻസ് ആയതുകൊണ്ട് കുറച്ച് നല്ല കാര്യമാണെന്ന് തോന്നുന്നു. കുളം കാണാൻ പറ്റുമോ? കുളം മൊത്തം ഇരുട്ടായിരിക്കും. തിരുവനന്തപുരം സ്ലാങ്ങിനെ മോഡിഫൈ ചെയ്ത് ഞാൻ ലളിതമായിട്ട് ഇങ്ങനെ പറയാം, വളരെ ഇങ്ങനെ പറയാം, നല്ല മലയാളത്തിൽ സംസാരിക്കുകയാണ്. ഇവിടെ ഈ ലൈറ്റിങ്ങും ഈ വാം ലൈറ്റും ഈ മരങ്ങളും ചെടികളും ഇതൊക്കെ നല്ല രസമാണ്. ഒരു തീം നല്ല രസമുണ്ട്. ഗ്രീൻ, ദെൻ ദിസ് റെഡ് ഓക്സൈഡ്. പിന്നെ ടെമ്പിളിൻ്റെ ഇതും ഒരു ഇതാണ്.
ഒരു ഏകദേശം ഒരു റെഡിഷ് ചെറിയ റെഡ് സോർട്ട് ഓഫ് കളറാണ്. എന്തോ ഒരു വലിയ ചെലന്തി, ഒരു രക്ഷയില്ല. അതിങ്ങനെ ആൾക്കാരെ പിടിക്കാനാണെന്ന് തോന്നുന്നു. ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് അതെന്തോ കയ്യിലൊക്കെ ചെലന്തിൻ്റെ വലയായി. ചെലന്തിൻ്റെ ദേഹത്തെങ്ങാനും ഉണ്ടോ? ഓ, ഇവിടെ എവിടെയാണ് സാധനം സെറ്റ് ചെയ്ത്? ദേഹത്തില്ലെന്ന് തോന്നുന്നു. ചെലന്തി ദേഹത്തുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോ, എന്നെ പേടിപ്പിക്കാതെ. ആക്ച്വലി അവിടെ എൻട്രി ഗേറ്റ് സൂം ചെയ്ത് അവിടെ എൻട്രി ഗേറ്റ് ആക്ച്വലി അവിടെ എപ്പോഴും സെക്യൂരിറ്റി സാധനങ്ങൾ പാസ് എല്ലാം കാണിച്ചിട്ട് എൻട്രി ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ആര് പറഞ്ഞെങ്കിൽ കുറച്ച് കൺട്രോൾ എൻവയൺമെൻറ്റ്. അപ്പോൾ ആരെങ്കിലും ഇവിടെ ഹെയ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് തന്നെ തട്ടിക്കാഞ്ഞാലും പ്രശ്നമാണ്. ഇവിടെയുള്ളവന്മാരെ ഈ വണ്ടി ഓട്ടിക്കൊക്കെ ശരിയല്ല. കോപ്പ് ഒരുത്തന് വണ്ടി ലെഫ്റ്റ് തിരിഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞാൽ സിഗ്നൽ വിടില്ല. ഹെൽമെറ്റ് എന്ന് പറഞ്ഞ സാധനം ഈ കോപ്പന്മാർ കണ്ടിട്ടുമില്ല. പിന്നെ ഇവിടെ എനിക്ക് വീട്ടിൽ ഫൈൻ വന്നു. ഞാനും എൻ്റെ അനിയത്തിയും കാറിൽ ഇങ്ങനെ പോണ സമയത്ത് അപ്പം ആദ്യം ഇങ്ങനെ ഒരു ഫൈൻ വന്നെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. പിന്നീടാണ് ഫോട്ടോ സഹിതം ഒരു ലിങ്ക് വന്നത്. അപ്പോൾ അത് ഞാൻ ഇവന്മാരെ വിളിച്ച് തെറി പറയാമെന്ന് വിചാരിച്ചു. എന്നാടാ കോപ്പ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഞാൻ വണ്ടിയിൽ പോയെന്ന് പറഞ്ഞു. ഇതുവരെ ഞാൻ അടച്ചില്ല. അതെനിക്ക് അടയ്ക്കാൻ പറ്റണില്ല, പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ. അത് കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ അതെന്തോ കസ്റ്റമർ കെയറിൽ കോളും പോകണില്ല. എന്തോന്ന് ചെയ്യാനെന്നാണ്. എനിക്കാരൊരു വലിയ ഫൈനായിട്ടായിട്ട് വരുമോ എന്തോ. ഇത് ഇവിടുത്തെ വാനാണ് ആക്ച്വലി. ഇത് ടൗൺഷിപ്പാണ്. ടൗൺഷിപ്പിൽ നിന്ന് പ്ലാന്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള സംഭവമാണിത്. കുറച്ച് ട്രാഫിക് പോകണം. ഇത് മെയിൻ റോഡാണ്. നേരത്തെ നടന്നു വന്ന മെയിൻ റോഡല്ല. മെയിൻ റോഡെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള മെയിൻ. ഇവിടെ നിന്നാണ് എല്ലായിടത്തും ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്ത് പോകണം. ഇവിടെ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇവർ വിചാരം എന്തോ ഹാർഡ് വർക്കിംഗ് ആണ്. ഹാർഡ് വർക്കിംഗ് ആയിരിക്കും പലരും. എന്തായാലും ഞാൻ ഹാർഡ് വർക്കിംഗ് ഒന്നുമല്ല. പിന്നെ എന്തോ വലിയ പുലികളെന്നൊക്കെയാണ് വിചാരം കേരളം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് നമ്മളിവിടുത്തെ ഡൈനോസർ കുട്ടി. ഈ ലൈറ്റ് കിടില്ല ലൈറ്റാണ്. എനിക്കിതല്ല വീട്ടിൽ വെക്കണമെന്നുണ്ട്. ഇതിൻ്റെ ആക്ച്വലി സെൻറ്റർ സോളറാണ്. ഇതൊരു 3mm ലൈറ്റാണ് ഇത് ആക്ച്വലി. ഇതിൻ്റെ നടുക്കൊരു സോളർ പാനലുണ്ട്, ചെറിയ ബാറ്ററി ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് രാത്രിയാകുമ്പം അടിയിൽ കിട്ട വയറിങ് അങ്ങനെയൊന്നുമില്ല. ബാറ്ററി സോളർ, ദാറ്റ്സ് ഇറ്റ്. അപ്പം അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. അതിങ്ങനെ രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. ഇവിടെ ഇപ്പോൾ ചില ഇപ്പോൾ നമ്മളെ ടേണിങ്ങും ഇൻ്റർലിങ്കിലും അവിടെയൊക്കെ ഒരു
ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫുള്ള് ലെഫ്റ്റ് റൈറ്റ് റോഡിൻ്റെ എല്ലാ സൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഇത് വെച്ചാലും ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് എല്ലായിടത്തും കിട്ടില്ല. അതാണ് എൻ്റെ വിഷയം. കാരണം ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ടൗൺഷിപ്പിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ. അതാണ് നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള. എനിക്കൊന്ന് ബോയിലറിൻ്റെ സാധനങ്ങളൊക്കെ മലയാളത്തിലൊരു വീഡിയോ അത് വീഡിയോ എടുക്കും. ഇതാണ് ഹോസ്പിറ്റൽ, ചെറിയ ഹോസ്പിറ്റലാണ് ആക്ച്വലി. ടൗൺഷിപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളത് മാത്രം. ചെറിയൊരു ഇന്നലെ രാത്രി നല്ല കാറ്റുണ്ടായിരുന്നു ആക്ച്വലി. ഇവിടുത്തെ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നു ഇന്നലത്തെ കാറ്റത്ത്. പിന്നെന്തുവാ അത് ഇന്നലെ രാത്രി രാത്രി 2-3 മണിക്കായിരുന്നു സംഭവം. അപ്പം ഇങ്ങനെ ഇവിടുത്തെ എൻ്റെ അപ്പുറത്തുള്ള റൂംമേറ്റൊക്കെ ഇങ്ങനെ ഡോർ പെട്ടെന്ന് ഇങ്ങനെ തുറന്നത് സൗണ്ട് എനിക്കിനി ഇത് കേൾക്കാൻ പറ്റിയിട്ട് ഒരു പ്രത്യേക സൗണ്ടായിരുന്നു. ആ വാം ലൈറ്റിനൊരു രസമുണ്ട്. LED ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആകുമായിരുന്നു. ഇതിപ്പോൾ വാം ടോൺ, ഒരു ഗ്രേ റോഡ്, ഗ്രേ ഓർ ബ്ലാക്ക് വാട്ടെവർ, ഗ്രീൻ, ഒരു പെർഫെക്റ്റ് ഒരു ഓൾഡ് സ്കൂൾ സ്റ്റൈൽ ഒരു സംഭവം. അതുകൊണ്ടല്ല ഷൂട്ടാണ് അത്. നമ്മൾ ഈ ലൈറ്റിന് തന്നെ പ്രത്യേകിച്ച് എൻജിനീയേഴ്സ് ഉണ്ട്. അവരിങ്ങനെ ലൈറ്റിങ്ങനെ ഡിസൈൻ ചെയ്യും. ലൈറ്റിൻ്റെ ഷാഡോസ് ഇതെല്ലാം. ഇതിപ്പോൾ അങ്ങനെ ഡിസൈനിങ് ഒന്നുമില്ല. ഇവരെ ലൈറ്റ് മിക്കവാറും പീസായി കാണില്ല. പഴയ ലൈറ്റ് ഇപ്പോഴും ഉണ്ട്. ഇന്നെഫിഷ്യൻ്റാണ് എങ്കിലും. LED അല്ല എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ ഈ വാം ലൈറ്റ് LEDൻ്റെ ആ ഒരു കളറായിട്ടാണ് കാണിക്കണമെന്നാണ് തോന്നുന്നത്. ഈ ബ്ലോഗ് എങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടാ. ലക്ഷി കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണമല്ലോ. ഈ കസേര ഇരിക്കാൻ പറ്റില്ല. കസേരയിലത് ഗാർഡൻ സ്റ്റൂളാണ്, ഗാർഡൻ ബെഞ്ച്. ഇതിലിരുന്നാൽ ചിലപ്പോൾ പാമ്പ് ബാക്കിൽ കൂടെ ഒന്ന് കൊത്തും. ആ പാമ്പിനെ കണ്ടതിന് ശേഷം ഫോക്കസ് ചെയ്യുന്നില്ല ക്യാമറ. ഷിറ്റ് ഫോക്കസ് ഒരു നിമിഷം ക്യാമറ. ഓക്കെ ഇപ്പോൾ ഫോക്കസ് ആണ്. ഇതിൻ്റെ അകത്ത് ഒരു വഴിയുണ്ട് ആക്ച്വലി. ആ വഴി ഇപ്പോൾ എടുക്കണില്ല. ഞാൻ വ്ളോഗ് ഒരു ഫുൾ സർക്കിൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഒന്നും പോകണില്ല ആക്ച്വലി. എൻ്റെ ജസ്റ്റ് ഇപ്പുറം വരെ ഒന്ന് ചെയ്യും, എന്നിട്ടത് മൊത്തം നിർത്തും. പിന്നെ വാക്കിങ് റണ്ണിങ് നല്ലതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ വാക്ക് ചെയ്തിട്ട് പിന്നീട് റൺ ചെയ്യും. അപ്പോൾ റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആദ്യമേ ഒരുപാട് സ്വെറ്റ് വരും. പിന്നെ സ്വെറ്റോടെ കുറേ നേരം റൺ ചെയ്യേണ്ടി വരും. എന്നിട്ട് വാക്കിങ് കഴിഞ്ഞിട്ട് ബോഡി ഒന്ന് വാം അപ്പ് അതിന് ശേഷം പിന്നെ റണ്ണിങ്. അതാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ മാങ്ങ നമുക്ക് പറിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ടെൻഡറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് വെളിയിലുള്ള ആൾക്കാർക്ക്, അവർക്ക് പറിച്ചെടുക്കാം. ഇപ്പം മാങ്ങേൻ്റെ ഇപ്പം സീസൺ ആയതുകൊണ്ട് അതിൻ്റെ ആൾക്കാർ ഇതാ ഇവിടെ വന്നിട്ടുണ്ടോ. ആൾക്കാർ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ മാങ്ങ പറിച്ച് ഇവരിങ്ങനെ ഇതിൻ്റെ അകത്തിട്ട് പ്രോസസ്സ് ചെയ്ത് വണ്ടിയിലിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഇന്ന് കളിയൊന്നുമില്ല. അപ്പം
സ്റ്റേഡിയത്തിലുള്ള ലൈറ്റെല്ലാം. സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒന്നുമല്ല കേട്ടോ. എൻ്റെ ചാനൽ ആക്ച്വലി ഉണ്ട്, അവിടെയാണ് റൈറ്റ് സൈഡ്. ഇത് ചെറിയ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്, ചെറുത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ കിടന്നത്, ഇവിടെയല്ല, അപ്പുറത്തെ ഗ്രൗണ്ടില്ല. ഇതേപോലെയാണ് ഏകദേശം. അവിടെ കിടന്നപ്പോഴാണ് പാമ്പ് ഇങ്ങനെ വന്നടുത്ത്. ഞാൻ ഒറ്റ ഓട്ടം. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് അങ്ങ് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ഫോർവേഡ് പോകാം, എന്നിട്ട് കട്ട് ചെയ്യാം. മൈല സൗണ്ട്. ഈ ലെഫ്റ്റ് സൈഡ് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, പക്ഷേ അത് മെറ്റീരിയൽ ഗേറ്റാണ്. മെറ്റീരിയൽ ഗേറ്റല്ലല്ലോ, വേറെ എന്തോ ഒരു ഗേറ്റ് മറന്നു. പ്ലാന്റില്ല, മെറ്റീരിയൽ പ്ലാന്റ് ഗേറ്റ്. ഒരു വഴി മാത്രം വെക്കുന്നത് എപ്പോഴും ശരിയല്ലല്ലോ, 2-3 വഴികൾ വേണമല്ലോ. പിന്നെ ഇത് കുറച്ച് വലുതാണ് ടൗൺഷിപ്പ് ആക്ച്വലി. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു സർക്കിട്ടിൽ കൂടെയാണ് എപ്പോഴും നടക്കണം, അല്ലാതെ കുറച്ച് വഴി മാറിയൊക്കെ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് ആ സൈഡ് ആ എൻഡിലൊന്നും. അവിടെ ഡെഡ് എൻഡാണ്, ഇങ്ങനെ പോയിട്ട് പിന്നെ വന്ന വഴി തന്നെ തിരിച്ചു വരണം. അതുകൊണ്ടാണ് ആ സൈഡ് അങ്ങനെ പോകട്ടെ. പിന്നെ അവിടെ അങ്ങോട്ടും ഉണ്ട്, അങ്ങനെ സ്ട്രീറ്റ് പോയാൽ ഇത് വേറെ സ്ഥലമാണ്. അവിടെ കുറച്ച് ലൈറ്റ് കാണും, അതവിടെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ. പിന്നെ ഒരു ഡയറി എഴുതും പോലെ ഒരു വീഡിയോ എഴുത്ത്. ഇതാണ് ഗ്രൗണ്ട്, മെയിൻ ഗ്രൗണ്ടാണ്. ലൈറ്റൊക്കെ ഇടുമ്പം നല്ല ഇതാണ്, നല്ലതെന്ന് വെച്ചാൽ നല്ല ഏരിയ ഉണ്ട്. ഇവിടെ എൻ്റെ 30 സ്പീഡ് ലിമിറ്റ്, എങ്കിലും മുടിഞ്ഞ സ്പീഡിലാണ് ഓരോരുത്തന്മാർ പറഞ്ഞത്. പക്ഷെ ഇവിടെ എനിക്ക് പട്ടിയൊന്നുമില്ല ആക്ച്വലി. പട്ടി സാധാരണ ഇവിടെ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ പട്ടിയാണ്, പക്ഷെ ഇവിടെ പട്ടി ആരെയും വീട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. പട്ടിക്ക് പകരം പീക്കോക്കാണ്. പീക്കോക്ക് ഇവർ പാമ്പിനെ പിടിക്കാൻ വേണ്ടിയാണ് പീക്കോക്ക് ഉള്ളത്. പക്ഷേ ഇതിപ്പോൾ പാമ്പും പീക്കോക്കുമായിട്ട് എന്തോ ഡീലായെന്ന് തോന്നുന്നു. ഇപ്പോൾ ആൾക്കാരാണ് പാമ്പിനെ പിടിക്കുക. പാമ്പിപ്പോൾ എല്ലായിടത്തും ഉള്ളത് തന്നെ, പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ്. ഇതാണ് നമ്മളെ സ്ഥലം, നമ്മൾ സ്റ്റേ ചെയ്യണം. ലെഫ്റ്റിലുള്ള ബിൽഡിങ് അവിടെയാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം. പക്ഷെ അതിന് ഫോക്കസ് ആയില്ല. ഗിംപിൾ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണ് കുറച്ചും കൂടെ നടക്കുമ്പോഴുള്ള ഷേക്ക് മാറുമെന്ന് തോന്നുന്നു. എൻ്റെ ഷൂ അതേപോലെ കുറച്ച് നോയ്സിയാണ്, കാരണം ഇത് മെമ്മറി ഫോമുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും, ചക്ക് ചക്ക് ചക്കന്. തുണി ഞാൻ കുറച്ച് കഴുകി വെളിയിലിട്ടിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് അകത്തിടും.
സൊമാറ്റോ ആണോ? അവരെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ്. ഏത് തെണ്ടിയാണോ ഓർഡർ ചെയ്തത്? ഫുഡല്ല, ഒരു കളി കളിച്ചിട്ട് വന്നേ. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെ ഗൈസ്. എന്തായാലും ഞാൻ ഇവിടെ ഇനിയും ഒരു റൗണ്ട് നടന്നിട്ട് എന്തായാലും ഞാൻ പോകും. ഓക്കെ ഗൈസ്, സീ യു, ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.